ചേട്ടാ, ഈ പി ജയരാജൻ പൊതുവെ കണ്ണൂരിന്റെ സിംഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കണ്ണൂർകാരുടെ വികാരമാണ്. ഇപ്പൊ സിംഹമല്ല, ഇപ്പൊ വേണേ പല്ല് കൊഴിഞ്ഞ് സിംഹം എന്നൊക്കെ പറയാം. പക്ഷേ പി ജയരാജൻ എന്ന് പറയുന്ന ആൾക്കാർ, ചേട്ടൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉള്ള ഒരാളുമായി സംസാരിക്കണം. പി ജെ എന്ന് പറയുന്നത് കണ്ണൂരുകാരുടെ വികാരം തന്നെയാണ്. ഇവിടെ പൊതുവായി നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും, അതായത് പാർട്ടി ഒതുക്കി എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നത്, അല്ലാതെയും അവിടെ വികാരം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, പി ജയരാജൻ ഇപ്പോൾ ആരെയെങ്കിലുമൊക്കെ ഭയക്കുന്നുണ്ടോ? അല്ല, ഇതിലെനിക്ക് ആദ്യം പറയാനുള്ളത്, പ്രജിതയോട് പി ജയരാജൻ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് ആരാണ് പറഞ്ഞതായാലും ആ പറഞ്ഞത് സത്യമാണ്. ആ പറഞ്ഞ വ്യക്തി പി ജയരാജനെയും പറയുന്ന പോലെ കണ്ണൂരിൻ്റെ യഥാർത്ഥ ഒരു വ്യക്തി കൂടെ തന്നെയാണ്. കണ്ണൂർ എന്ന ദേശത്തിൻ്റെ ആ ഒരു മഹിമ ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെയാണ് ആ പറഞ്ഞത്. നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അതെ. അപ്പോൾ ഇതിനകത്തുള്ളൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, പി ജയരാജൻ ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്, പി ജയരാജൻ ആരെയും ഭയക്കുന്നൊന്നുമില്ല. പി ജയരാജൻ അങ്ങനെ ഭയമൊന്നുമില്ല. പി ജയരാജൻ പാർട്ടി അച്ചടക്കം പാലിച്ചു. അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ ഒരിക്കലും ഇതേപോലെ ചോദിക്കുമ്പോൾ മറുപടി പറയില്ല. കാര്യം അദ്ദേഹത്തിനെ ഇന്ന് വളഞ്ഞ് ഇവരെല്ലാവരും കൂടെ ചോദ്യങ്ങൾ ചോദിച്ചു. തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മൾ ഈ മാപ്രകൾ എന്ന് കാര്യം നമ്മളൊക്കെ തന്നെ ഈ പറയുന്ന മേഖലയിലൊക്കെ പണിയെടുത്തവരാണ്. അന്നൊന്നും ഇല്ലാത്തൊരു ചുരുക്കപ്പേരാണ് ഈ മാപ്രകൾ എന്ന് പറയുന്നത്. അതിലേക്ക് അവർ എത്തിച്ചതാണ്. സ്വന്തം വില കൊണ്ട് കളഞ്ഞു കുളിച്ചത് അവർ തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെ ഇവർ വളഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ പാലക്കാട് സംസാരിച്ചപ്പോൾ, പാലക്കാടല്ല, അതെ, ഈ സംഭവം, അതായത് റവാഡ ചന്ദ്രശേഖരനെ, അതാണ് വിഷയം. ഞാൻ ഇതുവരെ അത് പറഞ്ഞില്ല. റവാഡ ചന്ദ്രശേഖരനെ എന്തിന് പാർട്ടി ഇങ്ങനെ DGP ആക്കി? അതിനകത്തൊരു രാഷ്ട്രീയമില്ലേ? കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ നിഷ്കരണം വെടിവെച്ച് കൊന്ന ആളല്ലേ? പ്രസ്ഥാനത്തിന് ഇത് നാണക്കേടല്ലേ എന്ന രീതിയിൽ ഇന്നലെ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരം, അതായത് അത്തരത്തിൽ പാർലമെന്ററി തലത്തിൽ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു സർക്കാരിന് വേണ്ട ആൾക്കാരെ നിശ്ചയിക്കുന്നത്. അതിൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയും. അതിൽ പഞ്ചുണ്ട്, അല്ലാതെ എം പി ഗോവിന്ദൻ പറയുന്ന പോലെ അല്ല പറയുന്നത്, അല്ലെ? പി ജയരാജൻ പറയുന്ന പോലെയും അല്ല പറയുന്നത്. അത് പഞ്ചായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ചൂണ്ടിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ ഇന്ന് ഇവരെന്താ ചോദിച്ചെന്നറിയാമോ? ഇന്ന് ഇവർ വന്നിട്ട് ചോദിച്ചു, ഇന്ന് കിണ്ടി പിന്നെയും ചോദിക്കുക, അത് പാർട്ടിക്ക് അതിലൊന്നും പറയാനില്ലേ? അപ്പോൾ അദ്ദേഹം അപ്പോഴും പറയുകയാണ്, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ സഹിതം ഇട്ടിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം ഇതിനിങ്ങനെ ചോദിച്ച സമയത്ത് അദ്ദേഹം അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. എന്നെ ഏഷ്യാനെറ്റുകാരാണ് കാണാൻ വേണ്ടി വന്നത്, ഏഷ്യാനെറ്റുകാരാണ് എന്നെ തടഞ്ഞു നിർത്തിയത്, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്, ഏഷ്യാനെറ്റിന്റെ ഒരു മാധ്യമപ്രവർത്തകർ സംസാരിച്ച കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഏഷ്യാനെറ്റ് ഞങ്ങൾ വല്ലാതെ വളയുന്നുണ്ട് എന്നൊക്കെ ഏഷ്യാനെറ്റിനെ കുറ്റപ്പെടുത്തി. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, ദല്ലാൽ നന്ദകുമാർ എന്നെ വിളിച്ചു, നിങ്ങൾ ആ ഏഷ്യാനെറ്റ് കാണും. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ പരിശുദ്ധനൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, പ്രജിതയ്ക്കും അറിയാം, ഈ കേരള സമൂഹത്തിന് മൊത്തത്തിൽ അറിയാം, കേൾക്കുന്നവർക്കൊക്കെ അറിയാം. ചില ആൾക്കാർക്ക് ഒരു സൂക്കേടുണ്ടല്ലോ, തമ്മിലടിപ്പിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ഈ മുട്ടനെയും അടിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കൾ എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു ചെന്നായ് വർഗത്തിൽപ്പെട്ട ഈ പറയുന്ന ബഹുമാന്യ കഥാപാത്രമാണ് ഇദ്ദേഹത്തെ വിളിച്ച് പറയുന്നത്. അവിടെയും ഒരു തികഞ്ഞ ഗൗരവത്തോടെ പി ജയരാജൻ പറഞ്ഞു, ശരി, ഞാൻ കാണാം ദല്ലാളെ എന്ന് പറഞ്ഞു, നന്ദകുമാറെ ഞാൻ കാണാം എന്ന് പറഞ്ഞു ആ വീഡിയോ. അപ്പോൾ അദ്ദേഹം കണ്ടു. ഏഷ്യാനെറ്റ് നോക്കുമ്പോൾ താൻ പറയാത്ത കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് വിളമ്പുന്നുണ്ട് ഏഷ്യാനെറ്റ് എന്നൊക്കെ അദ്ദേഹം കുറ്റം പറഞ്ഞു. അപ്പോൾ ഇതിൽ ദല്ലാളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ദല്ലാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഓർത്ത് പറയേണ്ടി വരും. ഈ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിനെ ആരാണ് കൊണ്ട് കുഴിയിൽ ചാടിച്ചത്? ആരാ? ഈ ദല്ലാൽ നന്ദകുമാർ തന്നെ ആണല്ലോ, അല്ലേ? അപ്പോൾ ദല്ലാൽ നന്ദകുമാർ വീണ്ടും ഈ പാർട്ടിയിൽ നുഴഞ്ഞ് കയറി തുടങ്ങി എന്ന് തന്നെ പറയാം, അല്ലേ? ഇപ്പൊ സ്വാധീനം ചെലുത്താൻ, അതായത് EP ദത്താത്രേയെ കാണാനായി കൊണ്ടുപോയത് ദല്ലാളാണെന്ന് പറയും, അല്ലെ? എന്നിട്ട് ആ സംഭവത്തിന് ശേഷം EP പോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഇതിപ്പോ CC-യിലുള്ള ആളാണ് അദ്ദേഹത്തിന് BJP-യിൽ ചേർക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിച്ച ആളാണ് ഈ ദല്ലാൽ നന്ദകുമാർ. പിന്നെ ഇദ്ദേഹത്തിന്റെ ബാക്കി ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ലാവ്ലിൻ കേസിന് വേണ്ടിയിട്ട് വക്കീലിനെ ഉണ്ടാക്കി കൊടുക്കുവാണ്. പക്ഷേ VS-നെ സംബന്ധിച്ച് VS ആ ബന്ധം അന്ന് അവിടെ നിർത്തുകയാണ്. കാര്യം നമുക്ക് അറിയാമല്ലോ, VS-നെ സംബന്ധിച്ച് ചില ആൾക്കാരെ VS-ന് ഒരു ദീർഘവീക്ഷണമുണ്ട്. ആ ദീർഘവീക്ഷണത്തിൽ VS കുറിക്കും, ഇനി ഇവനോട്ട് അടുക്കണ്ട,
അതങ്ങ് തീരുമാനിച്ചതാണ്. അപ്പോൾ അങ്ങനെ ദല്ലാൽ നന്ദകുമാർ വീണ്ടും രംഗത്തേക്ക് വരുന്നു. പിന്നെ നമുക്കിതിൽ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാനുണ്ട്. ഈ പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസരം ജയരാജേട്ട എന്നൊക്കെ വിളി. ജയരാജേട്ടൻ അങ്ങനെ. അപ്പോൾ ചേട്ടാ വിളിയിൽ വിടുന്ന കാര്യം ഇവർക്കൊക്കെ അങ്ങനെ വിളികൾ ചിലർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചേട്ടാ വിളിയിൽ ജയരാജേട്ട അങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിലും അദ്ദേഹം പേടില്ല. പ്രജിത, ഇതിലൊരു വേറൊരു നോട്ടഡ് പോയിന്റ് കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിനെ കുരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കും. എന്തിനെന്നറിയും? ഈ സംഗതി സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ AK സെന്ററിൽ കൂടുമ്പോൾ ഗോവിന്ദനെതിരെ സംസാരിച്ച വ്യക്തിയാണ് പി ജയരാജൻ. മൈക്ക് കാണുമ്പോൾ എന്ത് വിളിച്ചു പറയുന്ന പിണറായി വിജയൻ നിങ്ങൾക്ക് എന്തിന്റെ കേട് MR അജിത് കുമാറിനെ രക്ഷിക്കാൻ എന്ന് ചോദിച്ച ആളാണ് പി ജയരാജൻ. അതിനുള്ള തൻ്റെ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അല്ലേ? അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമുള്ള ജയരാജനെ ഒരു വേള വീണ്ടും കുരുക്കാനായിട്ട് ഈ വന്നു നിന്ന ചേട്ടന്മാർ ഉണ്ടാക്കിയ ഒരു പണിയായിരുന്നു. ആ ട്രാപ്പിൽ അദ്ദേഹം തിരിച്ചിട്ട് കൊടുത്തത് ദല്ലാൽ നന്ദകുമാറിനെ ആണ് ഇട്ടുകൊടുത്തത്. ഞാൻ എന്തായാലും എൻ്റെ പാർട്ടിക്കകത്തെ സംസ്ഥാന സമിതി അംഗങ്ങളായ അല്ലെങ്കിൽ CCയിലുള്ള അംഗങ്ങളായ ജയരാജനെ പോലെയൊന്നും ദല്ലാളിൻ്റെ കയ്യിലൊന്നും വീണ അല്ലടാ എന്ന് പറയാതെ അവരോട് പറയുകയായിരുന്നു. ആരുകൂടെ? അവരുടെ പാർട്ടി അണികളോട്, അവരുടെ സംസ്ഥാന സമിതി അംഗങ്ങളോട്. അതാണ് ഇതിൽ എനിക്ക് തോന്നിയതെന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ പ്രജിതയ്ക്ക് നമുക്ക് തോന്നും. കാര്യം അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അദ്ദേഹത്തിനെതിരെ പുതിയൊരു കാര്യം കൊണ്ടുവരണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ റവാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവച്ചതല്ല കുറ്റം. അതിനെ എതിർത്ത് ഇത്തരത്തിൽ സംസാരിക്കുന്നത്, അതായത് പി ജയരാജൻ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു എന്ന് അവിടെ AK സെന്ററിൽ പുതിക്കാനായിട്ട് നമ്മളൊരിക്കൽ പറഞ്ഞല്ലോ, സമ്മേളനത്തിന് മുമ്പ് കൊടുത്ത് വന്നിങ്ങനെ ഇരിക്കും. കയറി വാ, നിനക്കുള്ളത് വെച്ചിട്ടുണ്ട്. AK സെന്ററിലെ ഗുഹയിലാണല്ലോ മീറ്റിംഗ് നടക്കുന്നത്. AK സെന്റർ എന്ന് പറയുന്നത് തന്നെ കാണുമ്പോൾ തന്നെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പേടിയാവും. അങ്ങനെയുള്ളൊരു സങ്കേതമാണല്ലോ. സങ്കേതം എന്നൊക്കെ പണ്ട് നമ്മൾ പറയുമല്ലോ, സുഹൃത്തുക്കൾ പറയുമല്ലോ നമ്മുടെ സങ്കേതമാണ്. അപ്പോൾ ചുരുക്കത്തിൽ സങ്കേതത്തിലേക്ക് AK സെന്ററിലേക്ക് സംസ്ഥാന സമ്മേളനത്തിന് വരുമ്പോൾ എന്തിന് പി ജയരാജൻ ഇതൊക്കെ പറയാൻ പോയി എന്നൊരു കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ് അവസാനം വരെയും കിണഞ്ഞ് ശ്രമിച്ചു. പക്ഷെ ഇപ്പൊ PJ അധികം പ്രശ്നങ്ങളിലൊന്നും ഇല്ലാതെ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പോലെ ഒരു സാഹചര്യം കൂടിയില്ല. വീണ്ടും എന്തിന് അങ്ങനെ ഒരു കുരുക്കിലേക്ക് ചാടിക്കണം? അത് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. അതായത് പി ജയരാജൻ എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാനിപ്പോ വൈസ് ചെയർമാനാണ് ഖാദി ബോർഡിന്റെ. അപ്പൊ എനിക്ക് പാർട്ടി എന്നെ ഇരുത്തിയതാണ്. അപ്പൊ ഖാദി ബോർഡ് ചെയർമാൻ എന്ന രീതിയിൽ എനിക്കൊരു വണ്ടി വാങ്ങണം. ഖാദി ബോർഡിന്റെ എന്റെ ആവശ്യത്തിന് വണ്ടി വാങ്ങണം. ആ വണ്ടി വാങ്ങാൻ പോയതിന് ഞാൻ വാങ്ങിയ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണെന്ന് വരെ ഇവിടെ വാർത്ത ചെയ്ത ആൾക്കാരുണ്ടെന്ന് ആയിരിക്കണം കൂട്ടത്തില്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്കത് കേട്ട് ചിരിയത് അതേ വളരെ സരസമായിട്ടാണ് പറഞ്ഞത്. ബുള്ളറ്റ് പ്രൂഫ് കാർ എനിക്കെന്തിനാ? ഇതാണ് ഇവിടുത്തെ മാപ്രകൾ. നമുക്ക് വിഷമമുണ്ട് അങ്ങനെ പറയുന്നതിൽ. കാര്യം ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമുക്ക് ഇന്നും ആ മേഖലയിലുണ്ട്, അല്ലേ? നമ്മളെയൊക്കെ ചേട്ടാന്നും അണ്ണാന്നും ഒക്കെ വിളിക്കുന്ന, നമ്മളങ്ങോട്ട് ചേട്ടാന്ന് വിളിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, പേന പിടിക്കുന്നതിന് അർത്ഥമുള്ള ആൾക്കാർ നമുക്ക് ഇന്നും ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നു. എനിക്കെന്തിനാ ബുള്ളറ്റ് പ്രൂഫ്? എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വടി കൊടുത്ത് അടി വാങ്ങിച്ച മാപ്രകളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കുരുക്കാനായി തയ്യാറാക്കി ആരൊക്കെയോ വിട്ടൊരു കുരുക്കിൽ നിന്നും പ്രീത ഇപ്പൊ ചോദിച്ച പോലെ അദ്ദേഹം നിശബ്ദനാണ് എന്ന് പറയുന്നെങ്കിലും പല്ലുപോയ സിംഹം, തുടക്കത്തിൽ ഇങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, സിംഹം തന്നെയാണ്. ആന മെലിഞ്ഞാൽ ഒരിക്കലും തൊഴുത്തി കെട്ടില്ല, അല്ലേ? അപ്പോൾ അത് പിണറായി വിജയൻ അറിയാം. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഇന്നും താങ്ങി നിർത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയുന്നത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇവർ പല്ലിളിച്ച് സമൂഹത്തിനെ കാണിക്കുമ്പോൾ അതിനെ താങ്ങി നിർത്തുന്നത്.